شاكرا لأنعمه اجتباه شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. شاكرا لأنعمه شاكرا لأنعمه. ഒരാൾ ഇരിക്കണം കുഞ്ഞമ്മനാണ് ഇരിക്കണം ഇവിടെ ഉണ്ട്. ഒരാൾ ഇരിക്കുന്നു അൻവർ ഒക്കെ കൃത്യ സനത് മുത്തസില ഒരു മുന്നിൽ വെച്ചാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം വലിയ ഔലിയായി എന്നല്ല, പുറകോട്ട് പോയാ കഫറോ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിച്ചോളി. ഇവിടെ ഷാക്കിർ അലി നിഅമതിഹി എന്ന് പറയുന്നതിന് പകരം ഷാക്കിർ അലി അൻഉമിഹി എന്ന് പറഞ്ഞു. എല്ലാ നിഅമത്തുകൾക്കും എന്ന് വരാൻ വേണ്ടിയിട്ടാണ് ബഹുവചനം ഉപയോഗിച്ചത്. ഷാക്കിർ അലി إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. ഈ ആയത്ത് ഞാൻ 25 കൊല്ലത്തിനുള്ളിൽ എത്ര വ്യാഖ്യാനിച്ചോന്ന് ഓർമ്മയില്ല. പക്ഷെ എത്ര വ്യാഖ്യാനിച്ചാലും പിന്നീട് ഒഴിവാക്കി. ഇത് പുതിയൊരു വ്യാഖ്യാനം. ഷാക്കിറൻ, ഷാക്കിറായ ആളാണ്, നന്ദി ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം. ലി അൻഉമിഹി, തനിക്കുള്ള ഈ എല്ലാ നിഅമത്തുകൾക്കും. ഷാക്കിർ അലി നിഅമതിഹി എന്നല്ല, ഷാക്കിർ അലി അൻഉമിഹി. ഷാക്കിർ അലി അൻഉമിഹി, നിഅമത്തുകൾക്കെല്ലാം, അതായത് ലികുല്ലി നിഅമത്തിൻ, ഓരോ നിഅമത്തിനും യസീറൻ കാന ഔ ഖലീലൻ കാന ഔ കസീറ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, യസീറൻ കാന ഔ അലീമ, ലഘുവാകട്ടെ മഹത്തരമാകട്ടെ, എന്താണെങ്കിലും അതിന് ഇബ്രാഹിം നബി എന്ത് ചെയ്യും? നന്ദി ചെയ്യും. ഇജ്തബാഹു ഷാക്കിർ അലി അൻഉമിഹി, എല്ലാ നിഅമത്തിനും ശുക്ർ ചെയ്ത ആളാണ് ആര്? ഇബ്രാഹിം. ഇജ്തബാഹു, അതുകൊണ്ടാണ് ആ ആളെ അള്ളാഹു തിരഞ്ഞെടുത്തത്. ഓ, അള്ളാഹ് ക്രമിയല്ലല്ലോ. എന്താ ഇബ്രാഹിമിനെ തിരഞ്ഞെടുത്തത് അലൈഹിസ്സലാം? എന്താ ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുത്തത്? പറ, അല്ലെങ്കിൽ ഖുർആൻ തെറ്റാന്ന് പറയാം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ റബ്ബേ, നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ, നീ ഞങ്ങളെ കാക്കണം. ഖുർആൻ ലാ റൈബ ഫീഹി ആണെങ്കിൽ ഇത് അംഗീകരിക്ക്. ഷാക്കിർ അലി അൻഉമിഹി, എല്ലാ നിഅമത്തുകൾക്കും ഖലീലൻ കാന ഔ കസീറൻ യസീറൻ കാന ഔ അലീമൻ, ചെറുതായാലും വലുതായാലും ലഘുവായാലും കൂടുതലായാലും എന്താണെങ്കിലും അതിനെല്ലാം ഇബ്രാഹിം നബി എന്ത് ചെയ്യും? നന്ദിയും. ഇജ്തബാഹു, അത് കാരണം അല്ലാഹു ആ മനുഷ്യനെ തെരഞ്ഞെടുത്തു. വഹദാഹു, ഹിദായത്തും കൊടുത്തു. ഇലാ സിറാത്തി മുസ്തഖീമിലേക്ക്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 മഹാന്തേട്ടങ്ങൾ. ഒന്ന്, അള്ളാഹു ആ മനുഷ്യനെ തിരഞ്ഞെടുത്തു. 2, ഉറപ്പായിട്ടും എന്തുണ്ട്? ഹിദായത്തുണ്ട്. വഅതൈനാഹു ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ വേണ്ടതൊക്കെ കൊടുത്തു. 4 കൊല്ലം മുമ്പുള്ള അവസ്ഥയിലല്ല, പിന്നെ ഇന്നലത്തെ അവസ്ഥയിൽ ഇന്നത്തെക്കാൾ ഒന്നും കൂടി നിഅമത്ത് കൂടിയിട്ടുണ്ട്. ഇന്ന് നിഅമത്തുള്ള ആളായത് കൊണ്ടല്ലേ നാളെ ആള് പെരിയിൽ വന്നപ്പോഴത്തിന് മൂരിക്കുട്ടനെ പിടിച്ചർത്ത്. ഇതൊക്കെയുള്ള നമ്മളെ പെരിക്ക് ഒരാൾ കയറി വന്നാൽ നമ്മളെന്ത് ചെയ്യുക? നമുക്ക് മനസ്സിലായില്ല. നമ്മളെ പെരിക്ക് ഇവിടെയൊക്കെ ഉള്ള നമ്മളെ പൊരയൊക്കെ ഒരാൾ കയറി വന്നാൽ നമ്മളെന്ത് ചെയ്യുക? വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കളർ കലക്കും. അവൻ്റെ പള്ള എങ്ങനെയെങ്കിലും നാശാക്കും. നമ്മൾ അടുത്ത ആളാണെങ്കിൽ കളർ കലക്കിയ വെള്ളം കൊടുക്കും. അതിനേക്കാളും ബന്ധപ്പെട്ട് നമ്മളെ അളിയനും പെണ്ണുങ്ങളും കൂട്ടരും, അതായത് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഏതളിയാനും നമ്മളെ ഓള ആങ്ങള, അല്ലാതെ നമ്മളെ പെങ്ങളെ ഭർത്താവല്ല. ഓനെ നമ്മൾ മൈൻഡോളന്നില്ല. കാരണം ഓൻ നമ്മളെ മുതൽ കുറക്കാൻ നടക്കണവനാണ്. പാപ്പാന്റെ മൂക്കിൽ പഞ്ഞച്ച ഭൗതികം കൊണ്ടുപോകും. ഓനോട് നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. മര്യാദയ്ക്ക് സലാം അടക്കാത്ത അളിയന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. സലാം അലൈക്കും എന്ന് പറയുമ്പോൾ അലൈക്കും സലാം എന്നാണ് പറയില്ല. എന്തുകൊണ്ട്? എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പാപ്പാന്റെ മൂക്കിൽ പഞ്ഞച്ച കൊണ്ടുപോകാൻ നിൽക്കല്ലേ എന്നാണ്.
കൊണ്ടാകാലോ എന്ന് വിചാരിച്ചിട്ടാണോ അവന് സലാം പറഞ്ഞതും. അപ്പൊ ഏതായാലും അതല്ല, പെണ്ണുങ്ങളെ ആങ്ങളായും പെണ്ണുങ്ങളും ഒക്കെ അവിടെ വരിക്ക് കുട്ടികളൊക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മക്കൾ വിളിച്ച് പറയും, എവിടുന്നാളാ 1 കിലോ ഇറച്ചിട്ട്? ഇതൊക്കെ ഉള്ള വരുമാനം അല്ലല്ല. നമ്മൾ പറയും 1 കിലോ 2 കിലോ ഇറച്ചിയോട് ഒപ്പിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് 4 ആളുകൾ കയറിയെന്നു. പിന്നെ വേഗം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? പൊരയിലുള്ള മൂരിനെ പിടിച്ച് അറുത്തിട്ട് സാറാ ബീവിക്ക് ഇട്ടുകൊടുത്തു. വേഗം ഭക്ഷണം ഉണ്ടാക്കുന്ന പറഞ്ഞു. എത്ര ആളാ വന്നത്? 4 ആള്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം ഉണ്ടാവും, അതൊക്കെ കുറച്ച് ഏറെയല്ലേ? ഇനി ഇക്റാമുകളാണ്. എന്നോട് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ 2 3 വട്ടം പറഞ്ഞ ഒരു സംഭവമുണ്ട്. കെയുടെ വീട്ടിലാണ് എൻ്റെ ഓർമ്മ. തലശ്ശേരി കെയുടെ വീട്ടിലേക്ക് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെയും പിന്നെ വിരുന്നിനുണ്ട്. ആ കൂട്ടത്തിലാണ് ചാപ്പനങ്ങാടിന്റെ കൂടെ ഉള്ള ആളാണ് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ. അപ്പൊ ഒരു 3-4 ആളുകൾ ഇരിക്കുമ്പോൾ മേശ നിറച്ച് വിഭവങ്ങൾ, സാധനങ്ങൾ. അപ്പൊ വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ ആലോചിച്ചത്രേ, ഇതൊക്കെ ഒരു ഇസ്രാഫല്ലേ, ഇതൊക്കെ കുറച്ച് ഏറെ അല്ലേ? മനസ്സിലാലോചിച്ചേ ഉള്ളൂ. കൈ കഴുകി വന്നിങ്ങനെ മടിച്ചായിരിക്കണേ. കാരണം എത്ര വലിയൊരു ഇസ്രാഫിന്റെ ഭക്ഷണത്തിൽ ഇരിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാൻ, ഡൈനിങ് ടേബിളിന്റെ അടുത്ത് ഭക്ഷണത്തിലേക്ക് ഇരിക്കാൻ വേണ്ടി, ഡൈനിങ് ടേബിൾ എനിക്കറിയില്ല, ഏതായാലും ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ വരുന്ന സമയത്ത് സുപ്രം നിറച്ച് ഭക്ഷണ, 4 ആളല്ല 40 ആളൊന്നും തീരൂല. ഈ ഭക്ഷണം കണ്ടപ്പോൾ ആലോചിച്ചാണ് ഇത് കുറച്ച് ഇസ്രാഫല്ലേ. അപ്പൊ ചാപ്പനങ്ങാടി പറഞ്ഞിട്ടില്ല, കുഞ്ഞിക്കോലയിൽ ഇത് പറഞ്ഞിട്ടില്ല. എന്നോട് കുഞ്ഞിക്കോലയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാനത് മുണ്ടിട്ടൊന്നുമില്ല. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞു, അത് ഇസ്രാഫല്ല മൂല്യരെ, അത് ഇക്രാമാണ്. അതിഥികളെ ബഹുമാനിക്കൽ അങ്ങനെയാണ്. ബാക്കി അയൽവാസികൾക്ക് കൊടുക്കും, നാട്ടുകാർക്ക് കൊടുക്കും, വലിച്ചെറിയാന്നാ മതിയല്ലോ. അതിഥിയെ ബഹുമാനിച്ചു. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇബ്രാഹിം നബിയും ഇസ്രാഫിന്റെ ആളായി കണക്കാക്കണ്ട. സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാം 4 ആളെ കയറി വന്നു. എന്നിട്ട് ഇരുത്തി, 4 ആളെ ഇരുത്തി ഭക്ഷണം വെച്ചു. അപ്പൊ ഒരു മൂരിക്കുട്ടനെ ചുട്ടതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയുന്ന ഭാഗത്തുണ്ട്, ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ. ചുട്ടെടുത്ത മൂരിക്കുട്ടനെ കൊണ്ടുവന്ന് തളികയിലട വെച്ചു. فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. 4 ആൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ വന്ന് കയറി. 4 ബാല്യക്കാർ. അപ്പോൾ പെട്ടെന്ന് മൂരിക്കുട്ടനെ അറുത്തു കൊണ്ടുവന്നു, തളികയിൽ ചുട്ടുകൊണ്ടുവന്ന് അവിടെ വെച്ചു. സാറ ബേബി പെട്ടെന്ന് വേവിച്ചു, ചുട്ട് വേവിച്ചു. അറബികൾക്കും ഇസ്രായേലികൾക്കൊക്കെ ചുട്ടിറച്ചി വലിയ ഇഷ്ട കൊണ്ടുവന്ന് വെച്ചു. ഈ അതിഥികളോട് കഴിക്കുന്നു പറഞ്ഞിട്ട് അവർ കഴിച്ചില്ല. അപ്പോൾ ഉള്ളിൽ വിഷമം തോന്നി. ഒരു ഭയം ഉള്ളിൽ മറച്ചു പിടിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു ലാ തഖഫ്, അതിഥികൾ പറഞ്ഞു പേടിക്കേണ്ട, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്തിന്റെ ജനതയെ ഹലാക്കാക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച മലക്കുകളാണ്. സയ്യിദ്നാ ജിബ്രീൽ, സയ്യിദ്നാ മീകായിൽ, സയ്യിദ്നാ ഇസ്രാഫീൽ, പിന്നെ വേറൊരു മലക്കും. അങ്ങനെ 4 മലക്ക വന്ന്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മലക്കുകൾ ഭക്ഷണം കഴിക്കില്ലല്ലോ. ബാക്കിൽ പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. സാറാ ബീവി സാറാ ബീവിയാണ് ചിരിച്ചു. മലക്കുകൾക്ക് വേണ്ടിയുള്ള പത്ര ധൃതി പിടിച്ചിട്ട് ഞാൻ ഇറച്ചിന്റെ മൂരിക്കുട്ടനെ ചുട്ടതല്ലോ എന്ന് ആലോചിച്ചിട്ട് ചിരിച്ചുപോയി. അന്ന് സാറാ ബീവിക്ക് 90 ചില്ലാന വയസ്സുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്, ആ ചിരിയിൽ സാറാ ബീവിക്ക് ഹൈലുണ്ടായിപ്പോയി. ആ ഹൈല് കഴിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബീജം സാറ ബീവിയിൽ പ്രവേശിക്കുകയും അങ്ങനെ ഇസ്ഹാഖ് എന്ന കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അപ്പം 90 വയസ്സാണ്, നിറച്ചു കൊടുക്കുകയാണ്. 90 വയസ്സിലും നിറച്ചു കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സമയത്ത് 107 വയസ്സായെന്നും അഭിപ്രായമുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ 100 വയസ്സുണ്ട്. നല്ല കരുകരുത്ത മല്ലനാണ്. ആര്? ഇബ്രാഹിം നബി. അങ്ങനെ ആവുള്ളൂ. ഞാനും നിങ്ങളും അങ്ങനെ ആവൂല. എന്തുകൊണ്ട്? ആരോഗ്യത്തിന് നമ്മൾ ശുക്ർ ചെയ്തിട്ടില്ല. ശുക്ർ ചെയ്താലല്ലേ ശുക്ർ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് പേരക്കുട്ടികൾ, പെണ്ണുങ്ങൾക്ക് തന്നെ ബഹിക്കൂല, പേരക്കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ യമീനൻ ശിമാരൻ ആക്കേണ്ട പ്രായം. ആർക്ക്? ഇബ്രാഹിം നബിക്ക്. എന്നാ ചവനപ്രാശം വല്ലതും കുടിച്ച ചരിത്രം ഉണ്ടോ? ഇല്ല. ഇബ്രാഹിം നബി ചവനപ്രാശം കുടിച്ചതിനാണ്? അല്ല. ഇലാഹിയായ ഒരു ചവനപ്രാശം ഉണ്ട്, അത് അൽഹംദുലില്ലാ എന്നാ. അത് കിളകളാന്ന് പറയലല്ല, അൽഹംദുലില്ലാ എന്നുള്ളത് തൊള്ളോണ്ട് പറയലല്ല. തെറ്റൊന്നല്ല, നല്ല തന്നെ. കാസിമി അത് നേതൃത്വം എന്ന് പറയണ്ട, അതൊക്കെ അവിടെ കിട്ടുമായിരിക്കും. ഞാനല്ലല്ലോ കൂലിയിരുന്ന്. പക്ഷേ ശുക്ർ എന്നാൽ അൽഹംദുലില്ലാ എന്നതിന്റെ ഉള്ളിലൊരു എസെൻസ് ഉണ്ട്, ഇവിടെ ഉണ്ടാകില്ല. മനസ്സിലായില്ല? നമ്മൾ അൽഹംദുലില്ലാ എന്ന് 33 വട്ടം പറഞ്ഞിട്ട് നിസ്കാരം ദ്വായൊക്കെ കഴിഞ്ഞ് പുറത്തങ്ങോട്ട് ഇറങ്ങും. പള്ളിന്റെ പുറത്തിറങ്ങുമ്പോൾ ഒരാൾ കേൾക്കും, ഇതൊക്കെ അവസ്ഥ. എന്താ അവസ്ഥ? എന്താ എന്റെ കാര്യമൊക്കെ പറയാനുള്ളത്? 2 മക്കൾ എളുപ്പം പോയി എന്നറിയാം. ഒരു പണിയില്ല, 10 പൈസ കിട്ടിയിട്ട് കാലത്തിലേ. പിന്നെ ചെന്തിനാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു? എത്ര വട്ടം പറഞ്ഞു? പറടാ. തംലഉൽ മീസാൻ, അത് മീസാൻ ഇറക്കും. അത് അയമോട്ടിന്റെ പീഡിത മീസാൻ ഇറക്കും, അള്ളാഹുവിന്റെ മീസാൻ ഇറക്കും. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ മീസാൻ ഇറക്കും. അത് ഇതുകൊണ്ട് പറഞ്ഞ് അള്ളാഹിനെ കുറ്റം പറഞ്ഞ നാവ്. നീ പറയാൻ പോണത് ആരെ കുറ്റാണ്? പറേ. എന്റെ അനുജനൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞ കോലൊക്കെ തിരക്കില്ല. ഞാൻ എങ്ങനെ ഉണ്ടായിപ്പോയി? എന്റെ കാര്യം പോക്കാണ്, എന്റെ കുട്ടികളെ കാര്യം പോക്കാണ്. പിന്നെന്തിനാണ് എങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു? വേറൊരുത്തൻ ജമാഅത്തിന് വന്നിട്ടുണ്ടാവില്ല, നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഓനെ അങ്ങാടിയിൽ മീൻ മാർക്കറ്റിൽ പണി ഉണ്ടാവും. ഓൻ തോന്നുമ്പോ സല്ലിയ. പക്ഷെ ഓനോട് ചോദിച്ചാൽ അൽഹംദുലില്ലാ റബ്ബ് ചെയ്ത നിഅമത്തിന് അനുഗ്രഹമില്ല, അതിലില്ല. നമ്മള് ഒരു നാറിന പണിയാ. എന്നാൽ ഇപ്പൊ പണി അല്ലാഹു തന്നേ. ഇതുകൊണ്ടാണ് എന്റെ കുട്ടികളൊക്കെ ഞാൻ കെട്ടിച്ച്, ഇതുകൊണ്ടാണ് ഞാൻ പല കയറ്റ്, ഇതുകൊണ്ട് ഞാൻ രാജാവായി നടക്കണമെന്ന് പറയും. ഓൻ മുണ്ടാതെ. മനസ്സിലായില്ല? ഓൻ എന്നെ പോലെ എന്തിനില്ല. നീ ജമാഅത്ത് മുടക്കാൻ വേണ്ടി പറയല്ലേട്ടാ, നടത്തിക്കോളി, ഒന്നും ഇവിടെ എന്റെ വിഷയത്തിൽ പെടൂല. പക്ഷെ ജമാഅത്ത് നടത്തുന്ന നിനക്ക് നിസ്കരിക്കാത്തോടെ നന്ദിയില്ല. ഇവനെ ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊണ്ടുപോയി ഒരു 10 വയസ്സായി. പിന്നെ പള്ളിയും കാര്യമൊക്കെ ആയിട്ടാണ് പോയി. കുടുംബവും കൂട്ടം മക്കളൊക്കെ പിന്നെ ഈ മാർക്കറ്റിൽ ഇറങ്ങി. പിന്നെ ബാപ്പാനോട് മക്കൾ പറഞ്ഞു, വാപ്പേ നിങ്ങൾ മാർക്കറ്റേ വരണ്ട, നിങ്ങൾ പള്ളി കാര്യം കയ്യിലെല്ലാം ഉണ്ട്, ആർക്കും കൊടുത്തോളി. ബാപ്പാൻ പോക്കറ്റിലേക്ക് മക്കൾ വൈകുന്നേരം വന്നാൽ 500,000 ഇട്ട് കൊടുക്കും. ഒരു ചെലവ് ബാപ്പാക്കില്ല. ചായ കുടിക്കാം, സദക്ക കൊടുക്കുക. ഇപ്പൊ പള്ളിയല്ലാതെ ഒന്നുമില്ല. മനസ്സിലായില്ല? ഈമാനില്ലാത്തവന്റെ പണി നടത്തിയിട്ട് ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ മുഅ്മിനായി മരിച്ചു. ഇജോ 5 വക്ത് നിസ്കരിക്കാൻ ജമാഅത്തിന് പോണ എന്നെ 55-ാമത്തെ വയസ്സിൽ ഒരു സൈക്കിൾ വന്ന് വീഴാണ്. പിന്നെ ഇപ്പൊ അങ്ങനെ കടന്നു പറഞ്ഞിട്ട് പിന്നെ 20 കൊല്ലം കഴിഞ്ഞിട്ട് ജീവൻ പോയി. പിന്നെ എന്നെ കാണാൻ വന്നവരോടൊക്കെ എന്ത് പറഞ്ഞു? എന്താ എന്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് നടക്കും കാലത്തും അള്ളാഹിനെ കുറ്റം പറഞ്ഞു, കിടക്കും കാലത്തും അള്ളാഹിനെ കുറിച്ച്. എങ്ങനെ ചാവും അതെനിക്കറിയില്ല. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഏടാ മൂട് മേപ്പെട്ടാക്കി കടക്കലല്ല വേങ്ങായി ദീന് റബ്ബിനെ കുറിച്ച് നന്ദി ഉണ്ടാകലാണ്. ഇത് തെറ്റൊന്നുമല്ല, നല്ല കാര്യമാണ്. നന്ദി ഉണ്ടെങ്കിൽ, നന്ദി ഇല്ലെങ്കിൽ എന്താ? നന്ദി ഇല്ലെങ്കിൽ കുറച്ച് മുന്നോട്ടിരിക്കണേ, ആളുകൾ മുന്നോട്ടിരിക്കണേ. നന്ദിയില്ല എങ്കിൽ പിന്നെന്താ? നന്ദിയില്ല, റബ്ബിനോട് നന്ദിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പോലല്ലോ. എന്തിനടാ അൽഹംദുലില്ലാ എന്ന് വാക്ക്? ഈ വാക്ക് തെറ്റല്ലട്ടോ, ഈ വാക്ക് വലിയ വാക്കാ. പക്ഷേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ കുറ്റം പറയുന്നതിനേക്കാൾ അല്ലടാ അൽഹംദുലില്ലാ എന്ന് പറയാതെ ഒരുത്തൻ പടച്ചോൻ ചെയ്ത അനുഗ്രഹത്തിന് എനിക്ക് വാക്കില്ല, എൻ്റെ റബ്ബിനെ ചെയ്ത ഉപകാരത്തിന് പരിധില്ല എന്ന് പറയല്, അത് കോടാനക്കോടി അൽഹംദുലില്ലാന്റെ മേലല്ലേ ഞങ്ങൾ. മറ്റതൊക്കെ ഇംഗ്ലീഷ് ഉപചാരങ്ങളാണ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. കുറച്ചപ്പുറത്ത് ഓനെ കണ്ടെന്നത്തെ ദിവസത്തിന്റെ കഥ എന്നെ പോക്ക എന്ന് പറയാം.
ഇപ്പുറത്ത് വെരി ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയാം. പിന്നെ അപ്പുറത്ത് പോയിട്ട് എന്ത് പറയാം? ഇതല്ലേ അത്? അൽഹംദുലില്ലാഹ് മെഹ്റാബിൽ കുത്തിരുന്ന് പറയാ, സഫ് കുത്തിരുന്ന് പറയാ, പുറത്തിറങ്ങിയിട്ട് എന്ത് പറയാം? അള്ളാഹിനെ കുറ്റം പറയാം. നമ്മളെ കാര്യമൊക്കെ എന്താ? മറ്റോനോ ഓനൊന്നിനുമില്ല. പക്ഷെ എന്തേന്ന് ചോദിച്ചാൽ 1000 നാവാ. ആരെപ്പറ്റി? അതിനെ പറ്റി. ഓൻ അള്ളാഹു നന്മയിലെത്തിച്ചു. എന്നെ അള്ളാഹു നിസ്കാരം കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ 55-ാമത്തെ വയസ്സിലേക്ക് വീണുപോയി. പിന്നെ 75 വയസ്സ് വരെ തൊള്ളയും പൊളിച്ച് അവിടെ കിടന്നു. പിന്നെ കിടക്കുമ്പോഴൊക്കെ ആരൊക്കെ വന്നു, അവരൊക്കെ അള്ളാഹിനെ പറ്റി ചീത്തറിഞ്ഞു. എനിക്ക് ഈ അവസ്ഥ എന്താ എത്തിയെന്ന് അള്ളാഹു ആയാലും. രാവും പകലും ഞാനൊരു ജമാഅത്ത് ഒഴിവാക്കിയ എൻ്റെ ഓർമ്മയില്ല, ഞാനൊരു സദക്ക കൊടുക്കാത്ത എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ ആ വലിയ ദീനിന് വേണ്ടി ദീനി സംഘടനകളിൽ പാഞ്ഞും നടന്നും നോട്ടീസ് ഒട്ടിച്ചും നടന്നതിന് കയ്യും കണക്കുമില്ല. നിന്റെ പെരയിൽ വന്ന് തിന്നാത്ത കുടിക്കാത്ത മൂല്യരും തങ്ങളുമില്ല. പിന്നെ എനിക്കിപ്പോ എന്താ ഈ അവസ്ഥയിൽ എത്തിയത് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവസ്ഥ എത്തിയത്. മനസ്സിലായി? ചിന്തിക്ക്. എൻ്റെ റബ്ബിനോട് നിനക്ക് നന്ദി ഉണ്ടായില്ല, റബ്ബിനോട് നന്ദി ഉണ്ടായില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. സക്രത്താനി 2 മത്ത് പിടിക്കലുണ്ട്. ആ മത്ത് പിടിക്കൽ എന്ന് പറഞ്ഞാൽ ആ മത്ത് പിടിക്കൽ നരകത്തിലെത്തിക്കുന്ന മത്ത് പിടിപ്പിക്കലാണ്. അത് കള്ളല്ല. 2 മത്തുണ്ട്. സക്രത്താനി 2 മത്തുണ്ട്. ആരാ പറയുന്നത്? സഹല് റളിയല്ലാഹു അൻഹു സദസ്സിലുള്ളവരോട് പറഞ്ഞു 2 മത്ത് പിടിക്കലുണ്ട്. അത് കള്ളുടിച്ചിട്ടുണ്ടാകണത് അല്ല. ആ മത്ത് പിടിച്ചോന് ആ മത്ത് ഇറങ്ങൂല. ഓൻ ജീവൻ പോകുമ്പോൾ ആ മത്ത് ഉണ്ടായിട്ട് ഈമാനില്ലാതെ ചാവും. ഏതാണ് ആ 2 മത്ത്? ഒന്ന് സക്റുൽ ആലിമി, പണ്ഡിതന്റെ മത്താണത്. ഇതാ അഹബ്ബ ദുനിയ, അയാൾക്ക് ദുനിയാവാണ് ഇഷ്ടമെങ്കിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പണ്ഡിതന്റെ മത്ത്. ഇതാ അഹബ്ബ ദുനിയ സക്റുൽ ആലിമി, ഇതാ അഹബ്ബ ദുനിയ. സക്രത്താനി 2 മത്തുണ്ട്. അത് ലൈസ മിൻ ശറാബിൻ, അത് കള്ളുടിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 മത്ത് ലൈസത്താ, ആ 2 സക്രത്തും എന്തല്ല, അത് കള്ളുന്നുണ്ടാണ് മത്തല്ല. സക്റുൽ ആലിമി, ഒന്ന് ആലിമിന്റെ മത്താണ്. എന്താണ് മത്ത്? ഇതാ അഹബ്ബ ദുനിയ, അയാൾക്ക് എന്തിനാണ് ഇഷ്ടം? ദുനിയാവിനെ ഇഷ്ടമുള്ള പണ്ഡിതൻ കള്ളുടിച്ചതിനേക്കാൾ മോശമാണ്. പിന്നെന്താ 2ാമത്തത്? പിന്നെ 2ാമത്തെ മനസ്സിലായില്ലേ? 2ാമത്തത് വസക്റുൽ ആബിദി, ജമാഅത്തിന് പായണോന്റെ സക്ർ, ജമാഅത്ത് സദക്ക ഇങ്ങനെ കുട്ടികളി ഖുർആനോത്തൊക്കെയുള്ള ആബിദിന്റെ മത്ത്. ഇതാ അഹബ്ബ അൻ യുശാറ ഇലൈ, ജനങ്ങൾ അവനിലേക്ക് ചൂണ്ടൽ അവന് വലിയ ഇഷ്ട. തിരിഞ്ഞില്ല. ഈ നാട്ടിൽ അത്യാവശ്യം ഈമാൻദാരി നമ്മളെ കുഞ്ഞിമയമ തന്നെ എന്ന് പറയണവന് വലിയ ഇഷ്ട. ഇതാ അഹബ്ബ അൻ യുശാറ ഇലൈഹി, അവനിലേക്ക് ചൂണ്ടപ്പെടൽ ഓന് ഇഷ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഓൻ പങ്കെടുക്കുമ്പോഴത്തിന് പള്ളിയൊക്കെ പോയി. എന്താണ് ഓന് ഇഷ്ടം? നാട്ടുകാർ പറയും മൂപ്പര് ഏതായാലും കൊടുത്താ പിന്നെ പേര് കുത്തിരിക്കൂല. മനസ്സിലായില്ല? സക്റുൽ ആബിദി. മനസ്സിലായില്ല കുട്ടികളെ? ഇതൊക്കെ നമ്മളെ സോക്കടാണോ അല്ലേ? ഈ സോക്കട് നമ്മളെ സോക്കടാണോ അല്ലേ? നമ്മളെ സോക്കട. സക്റുൽ ആലിം, ആലിമിന്റെ മത്ത്. ഇതാ അഹബ്ബ ദുനിയ, അയാൾ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? ദുനിയാവിനെ. ആഖിറത്തിന് വേണ്ടി ദുനിയാവ് നേടണമെന്ന് തെറ്റല്ലട്ടാ. ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ദുനിയാവുള്ള ആൾ തന്നെയാണ് ഇബ്രാഹിം നബിയും. ദുനിയാവുണ്ടല്ലോ, ദുനിയാവുള്ളതുകൊണ്ടല്ലേ എന്ത് ആകെ ഒരു മൂലിക്കുട്ടനെ പേരില്ലെങ്കിൽ അതിനാക്കും. മനസ്സിലായില്ല? നിങ്ങൾ വിചാരിച്ച ആളല്ല, എമ്പാടുമാണ്. ഞാമത്തോ എത്ര ഞാമത്ത്? 100ഓളം വയസ്സുണ്ടാവുമ്പോ ഒരു ഭാര്യന്റെ വയസ്സ് 20ആണ്. 100ഓളം വയസ്സുണ്ടാവുമ്പോ ഒരു ഭാര്യക്ക് വയസ്സ് 20ആണ്. എന്നിട്ടോ കോട്ടം കാട്ടാനല്ല, ഇതിൽ കുട്ടി ഉണ്ടായിട്ടുണ്ട് പിറ്റത്തെ കൊല്ലം തന്നെ. ചവനപ്രാശം കുടിച്ചിട്ടല്ല, കാട്ടുകെടുത്ത ആരോഗ്യം. എന്തേ? ഷാക്കിറല്ലി അൻഉമ്മിഹി, എല്ലാ നിഅമത്തിനും ശുക്ർ ചെയ്തു. അപ്പോൾ ഇജ്തബാഹു, അല്ലാഹു ആബിദിനെ തെരഞ്ഞെടുത്തു. വഅതൈനാഹു ഫിദ്ദുനിയ ഹസന. അപ്പൊ അവനവനെ മനസ്സിലായി. എന്താണ് ഇന്നത്തെ അറഫയിലെ പാഠം? ഹജ്ജ. നമുക്ക് ഹജ്ജ, എന്നാൽ അവർക്ക് ഹജ്ജ. നമ്മളെ ഹജ്ജ് 9ആണല്ലോ. എതിരാളുടെയും ഹജ്ജിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹജ്ജ് 9ആണല്ലോ. ഹജ്ജ് ആരുടെ ഓർമ്മയാണ്? ഹജ്ജിന് വിളിച്ചത് ആരാണ്? സയ്യിദ് ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ഇബ്രാഹിം നബിയെ പഠിക്കേണ്ട പാടാ. എനിക്ക് എന്റെ റബ്ബ് തന്നതിൽ നിഅമത്ത് നിറച്ചിട്ടാണ് എന്ന ബോധം. അൽഹംദുലില്ലാ. ഉള്ളിൽ മുളക്കുക അൽഹംദുലില്ലാ. നാവിൽ പറഞ്ഞ തെറ്റല്ല, നല്ല കൂലി കിട്ടും. പക്ഷെ ഉള്ളു വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് ഒരു കാര്യം ഒഴിവാക്കുക. ജീവിതത്തിൽ പായര ഒരാളോട് പറയരുത്.
ഇല്ല 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 എന്നുള്ള വർത്താനം പറഞ്ഞു അപ്പ ചാടിക്കോ. നമ്മളതല്ലാതെ പറയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. ആലിമിന്റെ മത്തെന്താ? ആലിമിന്റെ മത്തായി ആലിമൊന്നുമല്ല, പക്ഷെ ആ നാട്ടിലെ വലിയ ജമാഅത്ത് നിസ്കാരക്കാരനാണ്. ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് പള്ളിയിലേക്ക് ഓടുന്ന ആളാണ്. പക്ഷെ അവനും മത്ത് പിടിച്ചവനായി തന്നെ മരിച്ചു പോകും. എന്താണെങ്കിൽ ഇതാ അവനിലേക്ക് ചൂണ്ടപ്പെടൽ അവന് വലിയ ഇഷ്ടമാണെങ്കിൽ, അതായത് ജനങ്ങൾ അവനെ പറയുക വലിയ ഇഷ്ടമാണ്. നമ്മളെ നാട്ടിൽ പഠിച്ചവനെ പേടിയുള്ളത് മൂപ്പരാ. എന്റെ മൂപ്പര് പള്ളിയിൽ 5 വക്ത ബാങ്ക് കൊടുത്ത പായ കയ്യിന്റെ മുസാഫട് വെക്കൂല. ഇത് പറയാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അതിന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തിരിച്ചു വാ, അള്ളാഹു എല്ലാം തരും, എല്ലാം തരും. മാസത്തിൽ ഒരിക്കൽ സാറാ ബീവിയെ വന്ന് കാണും. അല്ല, സാറാ ബീവി അല്ല, ഹാജർ ബീവിയെ വന്ന് കാണും മഹാനായ സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതിന് അല്ലാഹു തആല ബുറാക്കിനെ ഇറക്കി കൊടുക്കുമെന്നൊരു റിവായത്ത്. ബുറാക്കിന്റെ പുറത്ത് വരിക, തിരിച്ചു പോകും. ആകാശത്ത് നിന്ന് വാഹനം ഇറക്കി കൊടുക്കുക. ആർക്ക്? ആദ്യമാണ് ഒട്ടകപ്പുറത്ത, പിന്നെ ബുറാക്കിന്റെ പുറത്ത. എന്തേ? നന്ദിയുള്ളവന് ബുറാക്കല്ല, അതിന്റെ മേലെ കിട്ടും. മനസ്സിലായില്ല? ബുറാക്കിന്റെ പുറത്താണ് പിന്നുള്ള വരവ്. ആദ്യത്തെ വരവോ ഒട്ടകപ്പുറത്ത്, പിന്നെയോ പിന്നെ ബുറാക്കിന്റെ പുറത്ത്. ഇടക്കിടക്ക് ഹാജർ ബിബി ഒന്ന് കാണും. എന്നാലും ഒരു മടിയില്ല, അറക്കാൻ പറഞ്ഞു. ഉടനെ അറക്കാൻ കൊണ്ടുപോയി. അപ്പൊ നമ്മളൊരു ഉത്തരത്തിൽ എത്തിച്ചേരുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും ഉറങ്ങല്ലേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله. 100 വയസ്സുള്ള ആൾക്ക് 19-20 വയസ്സുള്ള പെണ്ണുങ്ങൾ മരിച്ചിട്ടല്ല ഓർലീൻ. ആരായി പെണ്ണ്? മിസ്രി പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി. അങ്ങനെയാണ് രാജാവ് ഈ പെണ്ണിനെ, ആ രാജാവിൻ്റെ അടിമ പെണ്ണുങ്ങളിൽ ഏറ്റവും സുന്ദരിയായത് കൊണ്ടാണ് ഇതിനെ സാറാക്കാതെ കൊടുത്ത രാജാവ്. ഈ പെണ്ണാണ് പിന്നെ ഇബ്രാഹിം നബിയുടെ ഭാര്യ. അന്ന് ഇബ്രാഹിം നബിക്ക് വയസ്സെത്രയാണ്? നിങ്ങൾ മരിച്ചിട്ട് ഈറുല്ലിനെ കിട്ടിയല്ല, ദുന്യാവ് തന്നെ കിട്ടിയ ആളാണ് ആര്? ഹസന. ഈ മനുഷ്യന് ഞാൻ എല്ലാ ഹസനത്തും ദുന്യാവ് തന്നെ കൊടുത്തു. ദുന്യാവ് തീർന്നു വിചാരിക്കണ്ട. ആയത്തിന്റെ വാക്യം ആഖിറത്തിൽ വലിയ സാലിഹ്യങ്ങളെ കൂട്ടത്തിലാ. ഇവിടെ പള്ളർച്ച്, അവിടെയും പള്ളർച്ച്. പണ്ട് കത്തെഴുതുമ്പോൾ കാലത്ത് എഴുതിയ മാതിരി ഇവിടെയും സുഖം അവിടെയും സുഖം. ആർക്ക്? ഇബ്രാഹിം നബിക്ക്. നിനക്ക് ബണിയും സുഖല്ല. അവിടെ ഏതായാലും ഇവിടെ സുഖമല്ലെങ്കിൽ അവിടെ ഏതായാലും സുഖം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ല, സുഖമില്ലാത്തവർക്കൊക്കെ കിട്ടുന്നതാണ് സ്വർഗമെങ്കിൽ ഹോട്ടൽ തൊഴിലാളികൾക്ക് സ്വർഗം ഉണ്ടാവില്ല. മുതലുള്ളവർക്ക് സ്വർഗം കിട്ടൂലെങ്കിൽ ഇബ്രാഹിമിനെ കിട്ടൂ. വലിയ മുതലാളിയല്ലേ സയ്യിദ്ന ദാവൂദ്, സയ്യിദ്ന സുലൈമാന്, ഒരിക്കൊന്നും കിട്ടൂലല്ലോ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കിട്ടൂലല്ലോ. മുതൽ ഓരിച്ച് തീരാഞ്ഞിട്ട് അവസാനം സ്വർണത്തിന്റെ ഉരുപ്പടി കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ചു എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ആരാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്? എന്റെ അപ്പുറത്തൊന്നും അറിയില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ. ആരാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്? മിനൽ പാറയുടെ ധൈര്യമായിട്ട് മിനൽ ആശറത്തിൽ മുബശ്ശറ. 10 വയസ്സ് കയ്യിലില്ലാത്ത ഒരാളും അതേ കൂട്ടത്തിലുണ്ട്. അതാരാ? സിഫറുൽ യദൈൻ, 2 കൈയും എപ്പോഴും വട്ടപ്പൂജ ഇരിക്കും. അതാരാ? സയ്യിദ്ന അലി. പള്ളർച്ച മുതൽ അതാരാ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. രണ്ടും എന്തിനുണ്ട്? മിനൽ. എന്താ ഉറങ്ങുന്നത്? രണ്ടും മനസ്സിലായില്ലേ? أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف في العاشر الكرم يا رب بالمصطفى
കയ്യിലൊന്നുമില്ല, നടക്കാത്തൊരു കാര്യമില്ല. എനിക്ക് നിങ്ങൾ വിചാരിക്കണ്ട തെണ്ടിയൊന്നുമില്ല, കയ്യിലൊന്നുമില്ല. രാജാവായി ജീവിച്ചു ആര്? അലി ബിൻ അബി ത്വാലിബ്. കയ്യിലൊന്നുമില്ല, കയ്യിൽ പള്ളർച്ചുണ്ട്. രാജാവായി ജീവിച്ചു ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അപ്പൊ അശ്റത്തുൽ മുബശ്ശറയിൽ ഏറ്റവും വലിയ ദരിദ്രനുണ്ട്, ഏറ്റവും വലിയ മലയാളിയുണ്ട്. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? രണ്ടാള് എന്തിനുണ്ട്? അപ്പൊ മുതലും മുതലില്ലായ്മയും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാരണേ അല്ല, അത് കാരണം തന്നെയല്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പിന്നെന്താ? ഈ ആയത്ത് മറക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഇന്നെ തന്നെ നോക്ക്. തന്റെ എല്ലാ നിഅമത്തിനും നന്ദി കൊടുത്തവനാണ് ആര്? സയ്യിദുന ഇബ്രാഹിം. ഇജ്തബാഹു, അത് കാരണം അല്ലാഹു ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തു. അപ്പോൾ നീ നന്ദി ചെയ്താൽ പറ നിന്നെ തെരഞ്ഞെടുക്കും. ഞാൻ നന്ദി ചെയ്താൽ എന്നെയും തെരഞ്ഞെടുക്കും. 5 വക്തിലും 17 വട്ടം റബ്ബിനോട് നിർബന്ധമായി ദുആർക്കാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ ഹിദായത്തിന്റെ ഈമാനിലാക്കണേ. അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞത് വഹദാഹു, ഞാൻ ഹിദായത്തിലാക്കിയിട്ടുണ്ട്. ആരെ? ഇബ്രാഹിം നബിയെ. ചെറുപ്പക്കാരത്തി 10-20 വയസ്സിന് താഴെ പെണ്ണിന്റെ ഒപ്പം കടന്നുറങ്ങുക. എന്നിട്ടോ ആഖിറത്തിൽ മനസ്സിലായില്ല, വയസ്സൻ ആരൊപ്പം കടന്നുറങ്ങുന്നത്? ഏറ്റവും ചെറുപ്പക്കാരിയായ 20ന്റെ താഴെയുള്ള പെണ്ണിനൊപ്പം കടന്നുറങ്ങുക. എന്നിട്ടോ എല്ലാ ഹസനത്തും അല്ലാഹു നേർച്ച കൊടുത്തിരിക്കുക. എന്നിട്ടോ വലിയ കിട്ടല് കിട്ടി, അത്യാവശ്യം മുതലുണ്ട്, അംഗീകാരമുണ്ട്, എല്ലാമുണ്ട്. ഇബ്രാഹിം നബിയെ ലക്ഷക്കണക്കിന് പറയാത്തൊരു ദിവസമില്ല. ഇന്ന് നേരം എടുത്തിട്ട് കോടിക്കണക്കായ ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? പറയടാ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇജ്ജ് പറഞ്ഞിട്ടില്ലേ? പറയടാ, പറഞ്ഞിട്ടില്ലേ? എത്ര വട്ടം പറയും? മനസ്സിലാണ്ട് പറഞ്ഞത്. ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, മനസ്സറിഞ്ഞ അള്ളാഹു തആല ബോധം തരട്ടെ. സയ്യിദുനാ ഇബ്രാഹിം നേരം വെളുത്തിട്ട് എന്തൊക്കെ ആരായാള്? തൊണ്ടനായപ്പോ ചെറുപ്പക്കാരത്തി പെണ്ണിന്റെ ഒപ്പാണ് കടന്നുറങ്ങിയത്. ആ പെണ്ണിൽ കുട്ടി ഉണ്ടായി, പിന്നെയാണ് മറ്റേ കുട്ടി ഉണ്ടായത്. ആ പെണ്ണും മോശപ്പെട്ട പെണ്ണല്ല, ഇല്ലെങ്കിൽ അയലുണ്ടാവില്ലല്ലോ. ചിന്തിക്ക്. അതിലുണ്ടായ കുട്ടിയാണ് ഇസ്ഹാഖ്, ചെറുപ്പക്കാരിലുണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ. ഇനിയെന്താ? ആ ബാപ്പാനെ മക്കൾ അവസാനിച്ചിട്ടില്ല. ഒരു പറ്റം കാഫറാണ്, ഒരു പറ്റം മുഅ്മിനാണ്, എന്നാലും മക്കൾ തന്നെയാണ്. ലോകത്തെ തറവാട്ടുകാരായ പരമ്പര രണ്ടാ. ഒന്ന് ഇസ്മായിലികൾ, ഒന്ന് ഇസ്ഹാഖുകൾ. ഇസ്ഹാഖുകൾക്ക് പിന്നീട് വന്ന ഓമന പേരാണ് ഇസ്രായേലിയർ. ലോകത്തെ ഏറ്റവും വലിയ തറവാട്ടുകാർ രണ്ടെണ്ണം, ഒന്ന് ഇസ്മായിലികൾ, ഒന്ന് ഇസ്രായേലികൾ. ഇസ്രായേലികൾ ആരെ മോനാ? ഇബ്രാഹിം നബിയുടെ മകന്റെ മോന്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് ലോകത്തുള്ള അവസാനിക്കാത്ത രണ്ട് നമ്മളെ പോലെയിലോ നമ്മളെ പരിസരത്ത് ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ ആ സയ്യിദ് ആരൂട്ടിയാണ്? പറയണ ആരൂട്ടി? ഇബ്രാഹിം നബിയുടെ കുട്ടിയല്ലേ? ഏത് സയ്യിദും ആരെ പേരക്കുട്ടിയാണ്? ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ്. ഏത് ഇസ്രായേലിയും ഇന്നത്തെ ഇസ്രായേലി അല്ല. ഇന്നത്തെ ഇസ്രായേലി അല്ല. ഇന്നത്തെ ഇസ്രായേലി അല്ല. അവര് യൂറോപ്യരാണ്. അവർ 1900 ശേഷം യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി വന്നവരാണ് ഇന്നത്തെ ഇസ്രായേലിയർ. ഇന്നത്തെ ഇസ്രായേലിയർ ആരാ? ഫലസ്തീനികൾ. ആരെ മക്കളാ? ഫലസ്തീനികളിലെ തറവാട്ടുകാരൊക്കെ ആരെ മക്കളാ? സയ്യിദ് ഇബ്രാഹിം. ഇന്നുള്ള ഏത് തങ്ങളും ആരെ മക്കളാ? സയ്യിദ് ഇബ്രാഹിം. തള്ളർച്ച് മുതല്, സുന്ദരിമാരായ ഭാര്യമാര്, എല്ലാ നിഅമത്ത്, ലോകാവസാനം വരെയുള്ള ശുഹ്റത്ത്, പ്രസിദ്ധി. എന്നിട്ടോ ആഖിറത്തിൽ സ്വാലിഹീങ്ങളിൽ ഒന്നാം നിരക്കാരനാണ് ആര്? സയ്യിദുനാ ഇബ്രാഹിം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രത്തോടുകൂടെ ഹയാത്താക്കും. പിന്നെ ആദ്യം വസ്ത്രം കൊടുക്കും ആർക്ക്? അവ്വലു മൻ യുക്സ മിൻ ഹുലലിൽ ജന്നതി ഇബ്രാഹിം. ആദ്യമായി സ്വർഗത്തിലെ വസ്ത്രം മുസ്തഫ റസൂലുള്ളാഹിക്ക് വസ്ത്രത്തോടുകൂടെ ഹയാത്താകും. പിന്നെ വസ്ത്രം സ്വർഗത്തിൽ നിന്ന് ആദ്യമായി കിട്ടുന്നത് ആർക്കാ? സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. സയ്യിദ് ഇബ്രാഹിം. ഉറക്കെ പറ, സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തേ
വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ. എന്നിട്ട് ഈ മനുഷ്യനെ പറ്റി അള്ളാഹു പറഞ്ഞത് ഇന്ന ഇബ്രാഹിം കാന ഉമ്മ, ഇബ്രാഹിം തനിയെ ഒരു സമുദായമായിരുന്നു. ഇപ്പൊ അള്ളർച്ച് മുതലുണ്ട്, പിന്നെ എന്തുണ്ട്, ചെറുപ്പക്കാരത്തി പെണ്ണുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടോ നമ്മളെ ഇതൊന്നുമില്ല, രാവും പകലും ഒന്നുമില്ലാതെ പായരം പറയണേ നമുക്ക് ദുന്യാവുമില്ല ആഖിറമില്ല. ദുന്യാവ് പള്ളർച്ച്, ആഖിറോ. എന്നിട്ട് എന്താ പറയണെന്നറിയോ? ഇന്ന ഇബ്രാഹിം കാന ഉമ്മ, ഇബ്രാഹിം തനിയെ ഒരു സമൂഹമാണ്. അൽ ഉമ്മത്തു വഹ്ദഹു, ഇബ്രാഹിം ഒറ്റക്കൊരു സമൂഹമാണ്. സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം തന്നെ ഒരു സമൂഹമായിരുന്നു. ഇത് ഔ ഉമ്മതൻ വഹ്ദഹു, ഉമ്മതൻ വഹ്ദഹു, ലക്ഷക്കണക്കായ ജനങ്ങൾക്കാണല്ലോ സമൂഹം എന്ന് പറയാ. ഇങ്ങോട്ട് നോക്ക്, ഉമ്മതൻ വഹ്ദഹു. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തന്നെ ബഹറുൽ മദീദിൽ പറഞ്ഞത് ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. ഇബ്രാഹിം നബി സ്വയം തന്നെ ആരാണ്? ഉമ്മത്തറിന്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല. ഉമ്മത്തറിന്റെ അർത്ഥം സമൂഹം. ഉമ്മത്തൻ വഹ്ദഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വയം തന്നെ ആരാണ്? ഒരു സമൂഹമാണ്. പിന്നെയോ ഇജ്തമഅ ഫീഹി, ആ വ്യക്തിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഫ്തറഖ ഫീ ഗൈരിഹി, ലോകത്തെ കോടിക്കണക്കായ ജനങ്ങളിൽ നിന്ന് പെറുക്കിയെടുക്കാവുന്ന പല ഗുണങ്ങളും ആരിൽ മേളിച്ചു? നിങ്ങളൊന്ന് മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇവിടെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി ഒരു സമൂഹം എന്ന് പറഞ്ഞത്? ഒരാളിലുണ്ട്, ഒരാളിലില്ല. മറ്റാളിലുണ്ട്, വേറൊരു ഗുണം, വേറെ ആളിലില്ല. പിന്നെ വേറൊരു ഗുണം അയാളിലുണ്ട്, വേറെ ആളില്ല. കോടിക്കണക്കായ ഗുണങ്ങളെ കോടിക്കണക്കായ വ്യക്തികളിൽ നമ്മൾ പെറുക്കും. ഇതെല്ലാം കൂടി ആരിലുണ്ട്? ഇപ്പൊ അങ്ങനെ ഇബ്രാഹിമിൽ ഒരുമിച്ച് കൂടി. പല ആളുകളിൽ വിട്ടുപിരിഞ്ഞ് കിടക്കുന്ന സ്വഭാവ ഗുണങ്ങൾ ആരിൽ ഒരുമിച്ചു? സയ്യിദ് ഇബ്രാഹിം. അതുകൊണ്ടാണ് എന്ത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം തനിയെ ഒരു സമൂഹമാണ്, ഒരു സമൂഹമാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഫകാന വഹ്ദഹു. നോക്കണോ, ഫകാന വഹ്ദഹു. ഞാൻ ഇബ്നു അജീബ തങ്ങളെ ദൃശ്യം വായിക്കാം. ഫകാന വഹ്ദഹു എഴുതിയേക്കണ്ട കുട്ടികളെ. മനുഷ്യന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ പാടുണ്ടാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. മേലാൽ പായരം പറയരുത്. ഇതാണ് ഇന്നത്തെ ദിവസം. എന്താണ് ഹജ്ജിന്റെ പാഠം? ഹജ്ജിന്റെ പാഠം, ഇബ്രാഹിം നബിയുടെ പാഠം. സ്വന്തം വിഷമം ഒരാളോട് പറയുന്നില്ല, പറയേയില്ല. തീയെ കിടന്നപ്പോ ജിബ്രീൽ വന്നപ്പോ പറഞ്ഞില്ല, അതിന്റെ കാര്യം റബ്ബിനറിയും, നിങ്ങൾ വണ്ടി വിട്ടോളി. എങ്ങനുണ്ട്? അതാണ് സയ്യിദ് ഇബ്രാഹിം. ആ മനുഷ്യന്റെ ഓർമ്മയാണ് ഇന്ന് മുതൽ രാവിലെ മുതൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പടച്ചോൻ ചെയ്തെന്നൊരു നിഅമത്ത് നിന്റെ മനസ്സിലില്ലെങ്കിൽ എൻ്റെ അല്ലാഹു അക്ബർ ഒരു വായ്ത്താരിയല്ലേ? ഈ അള്ളാഹ് വലിയവനാണെന്ന് പറയല് ഒരു വായ്ത്താരിയായിട്ടും പറയാം, മനസ്സറിഞ്ഞും പറയാം. മനസ്സറിഞ്ഞ് പറയണമെങ്കിൽ നമ്മളെ മനസ്സിൽ എന്ത് വേണം? അള്ളാഹു ചെയ്ത മക്കളെ, അള്ളാഹു ചെയ്ത നിഅമത്ത് വേണം. നിഅമത്തില്ലെങ്കിൽ പിന്നെ അതൊരു വർത്താന. അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ ആരോർമ്മയാ? അല്ലാഹു അക്ബർ എന്നതിൽ അതൊരു ദിക്റാ. പക്ഷേ അതിൽ ഓർമ്മ ഉണ്ട്. അതിലൂടെ ഇബ്രാഹിം എന്തുകൊണ്ട് പറ. അതെ, കഴിഞ്ഞാഴ്ച പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. പിന്നെ എന്നും ഒരു വയൽ പറഞ്ഞാൽ മതി, പേടിക്കണ്ട. പിറ്റേത്താഴ്ച ഓർമ്മ ഉണ്ട്. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുണ്ടോ? ഈ ഭൂമിയിൽ ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആളാരാ? എടാ, ഇബ്രാഹിം നബി ഒരു പായര ഒരാളോട് പറഞ്ഞിട്ടില്ല. ഷാക്കിർ അലി അന്നോമിഹി, എനിക്ക് നിറച്ച് കിട്ടീന്ന് ഓർത്തു. അപ്പൊ അള്ളാഹു തല പിന്നെയും അവിടെ കൊടുത്തു. അള്ളാഹു നമുക്ക് തരൂല. ജാമീൻ, അത് മീൻ മാർക്കറ്റിലുണ്ടാവും. ഇപ്പം പിന്നെ മറ്റേ ഇത് ട്രോളിങ് നിരോധനം ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ മീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പം മറ്റേ മംഗലാപുരം മത്തി വരും, നമ്മളെ കോഴിക്കോട് പിടിക്കണില്ല. ജമീൻ എന്ന് പറഞ്ഞാൽ ആ മീനുണ്ടല്ലോ, ആ മീൻ ഇപ്പം കിട്ടൂല. ഇനി ഓഗസ്റ്റ് 10 എന്നാൽ മീൻ കിട്ടും. ആ മീൻ എന്ന് പറയാൻ എളുപ്പമുണ്ടടാ. അള്ളാഹു ചെയ്ത നിഅമത്തിനെ ഓർക്കണമെങ്കിൽ പണിയാണ്. അതില്ലാത്ത ഒരാൾ ഈ ലോകത്തില്ല. ഭിക്ഷക്കാരൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ എന്തിനാ മന്നിയാ നബി, ഞാൻ ഭിക്ഷക്കാരനല്ലേ? അപ്പോൾ പറഞ്ഞു, അലാനിഫിയ കദമൈക്ക, എൻ്റെ കാല് 2 ചെരുപ്പില്ലേ, തേണ്ടി പോകുമ്പോൾ 2 ചെരുപ്പിട്ടിട്ടല്ലേ പോണത്, അത് അള്ളാഹ് നിഅമത്തല്ലേ.
ഈ എണീറ്റ് എന്നോട് ചോദിച്ചില്ല എന്റെ കയ്യിൽ എന്ത് നിഅമത്താണ് എണീറ്റ് നിൽക്കാൻ എന്നെ നട്ടലിനുള്ള നിവർത്തി തന്നില്ലേ, അത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? ഇന്നലെ രാത്രി കിടന്നുറങ്ങിയില്ലേ, അത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? ചൂട് കണ്ടപ്പോൾ ചോലയിൽ ഇറങ്ങിയിട്ട് മിനറൽ വാട്ടർ അല്ല, 15 ഉറുപ്പിക കൊടുത്ത് വാങ്ങുന്ന മിനറൽ വാട്ടർ അല്ല. എന്ത് പറ, മിനറൽ വാട്ടർ കുടിച്ചില്ലേന്നല്ല നബി പറഞ്ഞത്. എന്റെ ഈ കൈത്തോട്ടിൽ ഇറങ്ങിയിട്ട് ഇടക്കിടക്ക് എന്ത് ചെയ്യുന്നുണ്ടല്ലോ, ഒരു തുള്ളി വെള്ളം കുടിക്കണില്ലേ, അത് നെന്റാണോ? പിന്നെ നിഅമത്തല്ലേ? അപ്പൊ ഈ നിഅമത്തില്ലാത്തവനെ ആരാ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതെന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇത് നന്ദിയുള്ളവനാണ്. അൽഹംദുലില്ലാ പറഞ്ഞത് നന്ദിയുള്ളവനാണ്. അൽഹംദുലില്ലാ പറഞ്ഞു നന്ദി, അൽഹംദുലില്ലാ പറഞ്ഞു. ഇത് മനസ്സില്ലെങ്കിൽ അൽഹംദുലില്ലാ പറഞ്ഞവനാണ്. ആരല്ല? ഷാക്കിറല്ല. ഷാക്കിറായാലേ തിരഞ്ഞെടുക്കുള്ളൂ. നമ്മളെ തിരഞ്ഞെടുക്കാത്ത എന്താ പറയട്ടെ, തീരുമാനാക്കി പോവാ. തീരുമാനാക്കി പോവാ. നമ്മൾ അൽഹംദുലില്ലാ എമ്പാട് പറയുന്നുണ്ട്, നമ്മൾ അൽഹംദുലില്ലാ പള്ളാർച്ചുണ്ട്. എന്തില്ല? ആരല്ല? പറ. അല്ലെങ്കിൽ റബ്ബ് എന്നോട് ആക്രമണം ചെയ്തു എന്നിട്ട് കാഫിർ, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബ് ആക്രമണം ചെയ്യൂല എന്ന് പറയാ, എന്നോട് ചെയ്യൂലെന്ന് ഉറപ്പിക്ക്. നിന്റെ റബ്ബ് എന്നോട് ആക്രമണം ചെയ്യൂല എന്ന് ഉറപ്പിക്കണമെങ്കിൽ നിന്റെ മനസ്സിൽ എന്ത് വേണം? എന്ത് വേണം? രസത്തിൽ അല്ലാഹു അക്ബർ പറയണമെങ്കിൽ എന്ത് വേണം? നിന്റെ മനസ്സ്. അല്ലെങ്കിൽ അത് കൂലിക്കുള്ള പണിയല്ലേ? ആരുടെ കൂലിക്ക് പണിക്കോണത്? ആദ്യത്തെ 2 കൊല്ലം സൗദിയിൽ കൂലിക്കോയി, 3-ാം കൊല്ലം എന്ത് ചെയ്തു? 25 കൊല്ലം ഇപ്പോഴും കൂലിപ്പണിക്കാരനാണെങ്കിൽ എന്നെ പറ്റി എന്റെ പെണ്ണുങ്ങളെ കുടിക്കാൻ എന്താ പറയാ? ഓനൊരു മോയന്താ. കൂലിപ്പണിക്കാരെ, നിങ്ങൾ പ്രായപൂർത്തി അന്ന് കൂലിപ്പണിക്കാരനാ, ഇപ്പൊ കൂലിക്ക് പണിക്കാരനാ. ഞാൻ ചെഡ് വെച്ചിട്ടെങ്കിലും എന്തെങ്കിലും 4 പെപ്സിയെങ്കിലും വിൽക്കട്ടെ. നിങ്ങൾ ഇവിടെ എന്താ അന്തം വേണടാ? താടിയും തൂക്കൊണ്ടായിട്ട് കാര്യമില്ല, അന്തമാണ്. അന്തം പടശോനാണ് കൊടുക്കുന്നത്. ഒളിയത്തിറക്കാൻ മാത്രം തടി ഉണ്ടാവും, അന്തം ഉണ്ടാവില്ല. ഒരു 2 പോത്തിന്റെ തടി ഉണ്ടാവും, അന്തം ഉണ്ടാവില്ല. അന്തം പടച്ചോ. എന്താ പറഞ്ഞേ? പോത്തിന്റെ തടി ഉണ്ടാവുന്നല്ല, എന്റെ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു. പറയടാ. ലാസ്റ്റ് പറഞ്ഞ വാക്കാൻ ചോദിക്കണം. എന്തൊരു സെന്റൻസ് ലാസ്റ്റ്? എന്താ ലാസ്റ്റ് പറഞ്ഞ? എന്താ? കൂലി. എടാ, ഈ ഗൾഫ് പോയ അന്ന് കൂലിക്കാരനാ, പണിക്കാരനാ. 25 കൊല്ലം കഴിഞ്ഞു, ഇപ്പോൾ കൂലി പണിക്കാരൻ. അങ്ങനെ എന്റെ അമ്മോശാക്ക് എന്താ എന്നെ പറ്റി പറയാ? ഓനൊരു അന്തുവാ, ഓൻ അന്തല്ല. ഓൻ അതേമാതിരി 800 പണിയെടുക്ക. കൂലിപ്പണി എടുക്കൽ നിർത്തിക്കൂടെ? അങ്ങനെ മനസ്സിലാണ് പറഞ്ഞത്. അതൊക്കെ തുടക്കത്തിലല്ലേ. ഇപ്പൊ നമ്മൾ കൂലിപ്പണിക്കാരെന്ത് കൂലി? നമ്മളിപ്പോ നമ്മളെ റബ്ബിന്റെ ആളല്ലേ. റബ്ബ് നമ്മളോട് പറയാൻ എനിക്ക് സ്വർഗം തരൂല, തരേണ്ട വർഷനെ എന്നെ തന്നാ മതി. എനിക്ക് സ്വർഗം വാങ്ങേണ്ട മന്തി എണ്ണം പോണോല്ലാതെ ആ സ്വർഗത്തിന് തീർക്ക. ഒരു മുഅ്മിനായ മനുഷ്യൻ തീർക്കല് തുടക്കമൊക്കെ തീർക്കലില്ല. എന്ത് മനസ്സിലായില്ല? ആദ്യം ചെന്നപ്പോ പെണ്ണുങ്ങൾ അവിടെ നിർത്തിപ്പൊരിച്ച കോയിണ്ടായിരുന്നു. പിന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിപ്പൊരിച്ച കോയില്ലെങ്കിൽ ചൂടാവുകളോട് എവിടെ എന്നെ അന്തു നല്ലത് എന്താ പറയാ? ഒന്നാമത് ആയിക്കോട്ടെ, ഈ ജാതി മുടക്കാ ചെറുക്ക് മുതലിനാണ് കൊടുത്തോണ്ട് ഒരു നിർത്തിപ്പൊരിച്ച കോയിണ്ടായാലേ മുന്നോട്ട് പോകും. ആയിക്കോട്ടെ. പിന്നെ കുട്ടികൾ 4ആയിട്ടും നിർത്തിപ്പൊരിച്ച കോയില്ലെങ്കിൽ അമ്മായിമാരോട് ദേഷ്യപ്പെട്ട് പോരുകയാണെങ്കിൽ ജന്തൂസല്ലേ? ജല്ലട മസ്ദൂരി കൂലി. അള്ളഹാനോട് കൂലി എന്ത് കൂലിയങ്ങായി? അള്ളഹാനല്ലേ നമുക്ക് വേണ്ട? പറഞ്ഞ മനസ്സിലായോ? ഷാക്കിർ അല്ലിയാൻ. അതുകൊണ്ടല്ലോ തീ കിടന്നപ്പോൾ എന്താ ഇബ്രാഹിം നബി നമ്മളെ പോലെയാണെങ്കിൽ നമ്മൾ 10-25 കൊല്ലം ജമാഅത്തൊക്കെ കൃത്യാക്കി, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്നറിയാം? എന്തെങ്കിലും ഉണ്ടാവുമ്പോ എനിക്ക് ഈ ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നല്ലേ നമ്മൾ പറയണത്. ഇബ്രാഹിം നബി അതല്ലേ നമുക്ക് പറയണ്ടത്? ഇബ്രാഹിം നബിയും ഇതല്ലേ നമുക്ക് പറയണ്ടത്? ഇബ്രാഹിം നബിന്റെ ഓർമ്മയിലാണെന്ന്. എന്താ ഇബ്രാഹിം നബി പറഞ്ഞത്? ജിബ്രീൽ വന്നപ്പോ ജിബ്രീലിനോട് എന്താ നമ്മളെ കണക്കാണെങ്കിൽ എന്താ പറയണ്ടത്? എനിക്ക് ഈ ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മളാണെങ്കിൽ എങ്ങനെ പറയാം? ഇബ്രാഹിം നബി എന്താ പറഞ്ഞു? വണ്ടി വിട്ട ജിബ്രീൽ ഞങ്ങളോട് ആരെയും കൂടെ വരാൻ പറഞ്ഞു?
ഇത് ഞാൻ എൻ്റെ റബ്ബുൽ നമ്മുടെ വിഷയമല്ലേ, നിങ്ങൾ വിട്ടാളി. എനിക്ക് സുഖമാണ്, എനിക്കൊരു പ്രശ്നമല്ല, നിങ്ങൾ പോയിക്കോളൂ. എൻ്റെ ആവശ്യം അത് റബ്ബ് പോയിക്കോളൂ. മനസ്സിലായില്ലേ? നമ്മളെ 4 ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ? പിന്നെ കാല് വെച്ചുറ്റി വീണ് ജമാഅത്ത് മുടങ്ങിയ എന്താ നമ്മൾ പറയാ? എനിക്ക് ഗതി വരുമെന്ന് ഞാൻ അറശിന്റെ മുകളിൽ അള്ളാന്റെ ഒപ്പം വേറെ കസേരട്ടി ഇരിക്കണ നമുക്കല്ലേ? വൈകുന്നേരമായ നേരം മുണുങ്ങിയത് നേരം വെക്കുമ്പോ കക്കൂസിൽ പോയിട്ടില്ലെങ്കിൽ നാടാകെ മണപ്പിച്ചടക്കണ ഇജാര അറശിലാട്ടി പറ്റിയോ? എത്ര വലിപ്പുണ്ടല്ലോ. മനസ്സിലാണ്ട് പറഞ്ഞത്? ആരാന്ന് ചിന്തിക്കണം. തുള്ളി പിഞ്ചോരക്കട്ട പിന്നെ നീ കഷ്ടം ചു മന്നോരു കൊട്ട. എന്റെ ഷുജായിന്റെ ബെയ്ത്ത, ഷുജായി ഖദീജ ബീവിന്റെ കാലിന്റെ വീട്ടിലെ ഖബർ. തുള്ളി പിഞ്ചോരക്കട്ട പിന്നെ നീ കഷ്ടം ചു മന്നോരു കൊട്ട. നട്ടാൽ പുൽനെല്ല് വിളയുമോ പൊട്ട, നാരായം വിട്ടാസ് ചുറ്റുമോ പൊട്ട. അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാ, ഉത്സാരമോർത്താലോ റങ്ങാമോ പൊട്ട. പൊട്ട നിം തുള്ളി പിഞ്ചോര കട്ട പിന്നെ നീ കഷ്ടം ചു മന്നോരു കൊട്ട. ആദ്യം ഒരു തുള്ളിയായിരുന്നു, പിന്നെ മനുഷ്യനായി. അത്രേ ഞാനുള്ളൂ എന്ന് മനസ്സിലാക്കിക്കോ. ഞാൻ അതിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ചിന്തി. അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ സ്വന്തം മഹത്വം ഒഴിവാക്കിയിട്ട് റബ്ബിന്റെ മഹത്വം ചിന്തിക്കുക. റബ്ബ് ചെയ്ത നിഅമത്ത, റബ്ബ് ചെയ്ത നിഅമത്ത, എല്ലാം റബ്ബ് ചെയ്ത നിഅമത്ത. അള്ളാഹു നിറച്ചു തരട്ടെ. ഒരു കുടിയിൽ അള്ളാഹു ചെയ്ത നിഅമത്ത, ആ കുടിലില്ല, വാടക വീട്ടില്ല, അതും അള്ളാഹു ചെയ്ത നിഅമത്ത. വാടക 4 മാസം കൊടുത്തിട്ടില്ല, എന്നാലും ഓൻ ഇറക്കി വിട്ടിട്ടില്ല, അള്ളാഹു ചെയ്ത നിഅമത്ത. അല്ല, ഇറക്കി വിട്ടു. അപ്പൊ വേറൊരാൾ അപ്പുറത്ത് 4 അടി വെച്ചിട്ട് വേറൊരാളെ ഏറ്റെടുത്തു, അതും റബ്ബിന്റെ നിഅമത്ത. ഇനി അതല്ല, ആരും ഏറ്റെടുത്തില്ല, ഭൂമിയിൽ നടക്കേണ്ടി വന്നു. അലം നജ്അലിൽ അർള മിഹാദൻ, എനിക്ക് നടക്കാൻ ഒരു ഭൂമി ഉണ്ടാക്കി തന്നു, അതും റബ്ബിന്റെ നിഅമത്ത. നീ നന്ദി തറ, നിന്റെ റബ്ബിനെ ഒഴിവാക്കൂല, എന്നാ കയറ്റി കൊണ്ടുപോകും. അപ്പൊ എവിടെ പ്രശ്നം എവിടെയാണ് ഇബ്രാഹിം നബി ജയിച്ചത്? അവിടെയാണ് നമ്മൾ തോറ്റത്. നമ്മളെ സിഹറിന്റെ ഭാഗത്തിലാകാത്തത്. എന്നെ കാണുമ്പോഴത്തേന് ശൈത്താൻ പോയും. ഇജാരാണെങ്കിൽ ഷാക്കിറാണെങ്കിൽ ഷാക്കിറിനെ തൊടാൻ ആർക്ക് കഴിയില്ല, ശൈത്താൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.